ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ്. ആ ഒരു സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്താണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഏത് രീതിയിലും ആയിക്കൊള്ളട്ടെ, അതായത് ബ്രേക്കപ്പ് സിറ്റുവേഷനോ അല്ലാന്നുണ്ടെങ്കിൽ ഓൺ ആൻഡ് ഓഫോ ലെസ് കോണ്ടാക്റ്റോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഏത് രീതിയിലാണ് എന്നുള്ളതാണ് എടുക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് തീർച്ചയായിട്ടും എടുക്കാവുന്നതുമാണ്. അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരുടെ പേരാണെന്നുണ്ടെങ്കിലും അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ ഒക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ട്രസ്റ്റ്, ഐസൊലേഷൻ, ഹീലിംഗ്, പാർട്ടിസിപ്പേഷൻ, ഗൈഡൻസ്, മൊറാലിറ്റി, മൈൻഡ്, completion, politics, compromise, suppression, the burden, thunderbolt, breakthrough, letting go, fighting, courage, creativity. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഇന്നസെൻസ് ആണ്. നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അത് ഏത് രീതിയിലാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇവര് ഭയങ്കരമായിട്ട് മെന്റലി ഭയങ്കര വീക്കായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ അവർക്ക് എവിടെ നിന്നൊക്കെയോ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് റിപ്പീറ്റ് ചെയ്ത് ഇവിടെ ഒരു പ്രശ്നമല്ല കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുമായിട്ടൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ സൈലന്റ് ആയിട്ടാണ്, ഭയങ്കര സ്മൂത്ത് ആയിട്ട് അല്ലാത്ത അവസ്ഥ, ഒരുപാട് ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ഒക്കെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇവർക്ക് റിപ്പീറ്റ് ചെയ്ത് ഇവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഒരു പ്രശ്നം നടന്നു കഴിയുമ്പോൾ അടുത്ത പ്രശ്നം. ഇപ്പൊ ചിലവർക്ക് കരിയറിലായിരിക്കും ഒരു പ്രശ്നം, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യത്തിലായിരിക്കും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് അവര് നിങ്ങളുടെ ഓർമ്മകളിലേക്ക് മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളോട് നീതിപൂർവ്വം പ്രവർത്തിക്കാതിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ രണ്ട് മുഖമാണ് നിങ്ങളുടെ കൂടെ നിന്നിരുന്നത്. അവരുടെ ഉള്ളിലുള്ള ആ ഒരു യഥാർത്ഥമായിട്ടുള്ള കാര്യത്തെ അവർ കാണിക്കാതെ പുറമെ ഒരു ചിരിച്ച മുഖത്തോടു കൂടി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്. ആ ഒരു സ്ട്രോങ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സുരുകിയുള്ള ആ ഒരു വേദനകൾ ഇവർക്കൊരു തിരിച്ചടിയായിട്ട് റിപ്പീറ്റ് ചെയ്ത് ലൈഫിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ ആ ഒരു കർമ്മ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇവരുടെ ഓർമ്മകളിലേക്ക് നിങ്ങളുടെ ചിന്തകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇവർ നിങ്ങളോട് ചെയ്ത പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് അവർക്ക് ഈ ലൈഫിൽ ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തോട്ടിലേക്ക് ഇവർ മാറിയിരിക്കുകയാണ്. മെന്റലി ഭയങ്കര വീക്ക് ആയിട്ട് കാണുന്നുണ്ട്, ഡൗൺ ആയിട്ട് കാണുന്നുണ്ട്. എല്ലാ ഇമോഷൻസും ഒരു ലിമിറ്റിൽ കൂടുതലായിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. പലപ്പോഴും പൊട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. പൊട്ടിത്തെറിച്ച് പോകുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കൂടെ നിൽക്കുന്ന വ്യക്തികൾ, ഫ്രണ്ട്സോ ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇവരുടെ മിത്രങ്ങളായിട്ട് നിന്നവരൊക്കെ ഇവർക്ക് ശത്രുക്കളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് ഇപ്പോൾ കാണുന്നത്.
അതായത് അവരുടെ ഇമോഷൻസിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും പൊട്ടിത്തെറിച്ച് പോകും. അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിന് ഇപ്പൊ പറ്റിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അനുഭവിക്കേണ്ടിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ ഇപ്പോൾ ഇവർ അനുഭവിക്കുന്നുണ്ട് എന്ന് സാരം. അപ്പൊ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിൽ എല്ലാവർക്കും ഒരു ഭാരമായി പോയോ താൻ എന്നുള്ളൊരു ചിന്ത ഇവർക്ക് വന്നിട്ടുണ്ട്. ആ ചിന്തകൾ വരുന്നതിനോടൊപ്പം തന്നെ അവർ അതോടൊപ്പം ചിന്തിക്കുന്ന മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്ത് നിങ്ങളെ ഇവരുടെ ലൈഫിൽ ഒരു ഭാരമായിട്ട് കണ്ട് മാറ്റി വെച്ചവരായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു സൈലന്റ് ആയിട്ട് മാറിപ്പോയവരായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഒരു കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കും. ചിലവരുടെ കേസിൽ നിങ്ങൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. ഒരു ഓൺ ആൻഡ് ഓഫ് പോലെയൊക്കെ നിൽക്കുന്നു. ഒരു കാര്യമായ പരിഗണന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തരാതെ നിൽക്കുന്ന സിറ്റുവേഷൻ. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേദനകൾ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ച് മാറി നിന്നവരാണെങ്കിൽ ഇപ്പൊ അവരും നിങ്ങൾ അനുഭവിച്ച വേദനയല്ല മറ്റൊരു രീതിയിൽ അവരുടെ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ ഒരു തെളിച്ചം അല്ലെങ്കിൽ ഒരു വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഒരു ഗൈഡൻസ് ഒക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്രസൻസ് ഇവര് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് തിരിച്ചറിവുകൾ ഇവരിൽ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ടൊരു ഈഗോ പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരൊരു മറ്റൊരു മുഖം അണിഞ്ഞു നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അവരുടെ മനസ്സ് നിഷ്കളങ്കമായിട്ട് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുകയും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ജീവിതം അവരെ പല പല കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പുതിയൊരു ഉണർവ് വന്നിട്ടുണ്ട്. കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തത വന്നതിനോടൊപ്പം തന്നെ മനസ്സിനൊക്കെ ഒരു പുതിയ ഉണർവ്, തിരിച്ചറിവ്, ചിന്താഗതികളിലുള്ള മാറ്റം ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സംഭവിക്കുന്നത്. അതുപോലെ എടുത്തുചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു പേഷ്യൻസ് ആയിട്ട് എന്ന് വെച്ചാൽ ക്ഷമയോടുകൂടി ഇരുന്ന് ചിന്തിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ താൻ എന്തൊക്കെയാണ് ചെയ്തത്. ഇവരുടെ ഒരു എനർജി പറയുകയാണെങ്കിൽ ഇവർ ചിലപ്പോൾ നിങ്ങളെ മാത്രം ആയിരിക്കില്ല വേദനിപ്പിച്ചിട്ടുണ്ടാവുക. ഇവരുടെ ലൈഫിൽ ഇവർ ഒത്തിരി പേരോട് ദ്രോഹം ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഇവരുടെ ഒരു ക്യാരക്ടർ സ്നേഹബന്ധത്തിന്റെ കാര്യത്തിൽ എന്നുള്ള രീതിക്കല്ല. ഇപ്പൊ റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ടായിരിക്കാം. പക്ഷെ അല്ലാതെ ഇവര് സ്വാർത്ഥതയോടുകൂടി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവണത എന്ന് പറയുമ്പോൾ അവരുടെ കാര്യം നേടാനായിട്ട്, അല്ലാതെ എല്ലാവരെയും പോയി അങ്ങോട്ട് ഉപദ്രവിക്കുക എന്നുള്ള രീതിയല്ല. അവർക്കൊരു കാര്യം വരുമ്പോൾ അത് നേടാനായിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. ചിലപ്പോൾ ഇവർക്ക് നിങ്ങളെക്കാൾ മുമ്പ് ഒരു റിലേഷൻഷിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളിൽ ഇവർ അവിടെയും ഒരു വേദന നൽകിയിട്ടൊക്കെ ആയിരിക്കാം വന്നത്. അപ്പൊ ആ ഒരു രണ്ട് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ആക്ച്വലി. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് ഭയങ്കരമായിട്ട് ഡൗൺ ആണ്. ക്ഷമാശീലമൊക്കെ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഇവരുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ വേണം എന്നുള്ള ചിന്തകളിലേക്ക് മാറിയിരിക്കുന്നു. ആ ഒരു ട്രാൻസ്ഫർമേഷന് വേണ്ടിയിട്ട് താൻ എന്താണോ ചെയ്യേണ്ടത് ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പൊ ഇവർ എന്താണ് ഇപ്പൊ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു വരാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ വന്നിരിക്കുന്ന ട്രസ്റ്റ് ആണ്. ഒരു വിശ്വാസവും കാര്യങ്ങളും ഒന്നും വലിയ കാര്യമായിട്ട് ഇല്ലാതിരുന്ന പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർക്ക് ഒരു ട്രസ്റ്റ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ലൈഫിലേക്ക് വരുമ്പോഴേക്കും ഏതൊരാളാണെന്നുണ്ടെങ്കിലും ചിന്തിച്ചു പോകും. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയോ മാറ്റങ്ങൾ തന്റെ ലൈഫിൽ ഇങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ താൻ ചെയ്തിരിക്കുന്നതിന്റെ ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം തനിക്ക് ഇങ്ങനെ ലഭിക്കുന്നത് എന്നുള്ള തിരിച്ചറിവുകൾ സംഭവിക്കുകയാണ്. കംപ്ലീറ്റ്ലി ഒരു ഐസൊലേഷൻ പീരീഡ് ആണ്. ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കൺട്രോൾ ചെയ്യുമ്പോഴൊക്കെയും എല്ലാവരും തന്നിൽ നിന്ന് അകന്നു പോവുകയാണല്ലോ എന്നൊരു ചിന്ത ഇവർക്കൊരു ഭയം ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊരു ചിന്തകൾ വരുന്നുണ്ട്. സ്വയം ഒരു ഹീലിംഗ് ആവശ്യമാണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ട്രാൻസ്ഫർമേഷൻ തനിക്ക് ആവശ്യമാണ്. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആരും തന്നെ കൂടെ ഉണ്ടാവില്ല എന്നൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് സ്വയം ഒന്ന് ഹീൽ ആവാനായിട്ട് തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടി സ്വന്തമായിട്ട് തന്നെ തയ്യാറെടുത്തിരിക്കുന്നു. ആരെങ്കിലും ഉപദേശിച്ചാലോ പറഞ്ഞാലോ ഒന്നും കേൾക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ സ്വമനസാലെ ഇപ്പൊ അതിന് തയ്യാറെടുപ്പ് നടത്തുകയാണ്. കാരണം ഇവർ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മെയിൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം പാർട്ടിസിപ്പേഷൻ ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തവരാണെന്നുണ്ടെങ്കിൽ ഇവർ അത്രത്തോളം എഫേർട്ട്സോ കാര്യങ്ങളോ ഒന്നും നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പൊ ഇവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് ഇവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പോർഷൻ അത് എത്രത്തോളം ആണോ അത് ഈ റിലേഷൻഷിപ്പിലേക്ക് എഫേർട്ട് എടുത്ത് ചെയ്യണം. കാരണം അങ്ങനെ ചെയ്താലാണ്
അവരുദ്ദേശിക്കുന്ന ആ ഒരു ഫലം അതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. അതുപോലെ ഒരു കോംപ്രമൈസ് ആവാനായിട്ടുള്ള എക്സ്പെക്റ്റ് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കോംപ്രമൈസ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ ചെയ്തിരിക്കുന്ന ആ തെറ്റുകളൊക്കെ നിങ്ങളോട് ഏറ്റു പറയാനായിട്ടുള്ള മനസ്സ്, കംപ്ലീഷൻ ആണ് വന്നിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഈ റിലേഷൻഷിപ്പ് പൂർണ്ണമായും നശിച്ചു പോകാത്ത രീതിയിൽ ഇവരെ കൊണ്ട് പറ്റുന്ന രീതികൾ അതെന്തൊക്കെയാണോ അതെല്ലാം ഇതിനകത്തേക്ക് ഇറങ്ങി ചെയ്യുക. നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു കെട്ട് പിണഞ്ഞു കിടക്കുന്ന ആ ഒരു കെട്ടുകളെല്ലാം പൂർണ്ണമായിട്ടും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരണം. അതുപോലെ നിങ്ങളൊരു ഭാരമാണെന്നൊക്കെ ഒരു സമയത്ത് പറഞ്ഞിരുന്ന വ്യക്തി ഇപ്പൊ ആ ഒരു വാക്കുകളൊക്കെ അവർ മനസ്സുകൊണ്ട് മാറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ രണ്ട് മുഖമണിഞ്ഞാണ് അവർ നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഉള്ളിൽ അപ്പൊ ചീറ്റിംഗ്, പുറമെ ആ ഒരു കപടമായിട്ടുള്ള രീതിയിലുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർ രണ്ട് മുഖം തന്നെ അണിഞ്ഞു നിൽക്കുന്നത്. പക്ഷെ അത് മറ്റൊരു രീതിയിലാന്ന് മാത്രം. അവരുടെ ഉള്ളിലെ വേദനകളെയെല്ലാം അവര് ആ ഒരു അടക്കി വെച്ചിട്ട് ആ ഒരു പുഞ്ചിരിക്കുന്ന മനസ്സോടു കൂടി അല്ലെങ്കിൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി എല്ലാവരുടെയും മുന്നിൽ നിൽക്കുകയാണ്. തോറ്റു പോയില്ല താൻ എന്നുള്ളത് തെളിയിക്കാനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ധരിക്കും എന്നുള്ള ഒരു ചിന്ത, അങ്ങനത്തെ ഒരു കോംപ്ലക്സ് ഉള്ള ഒരു പേഴ്സൺ എനർജി ഇവിടെ കിട്ടുന്നത്. ഇവര് വളരെ പ്ലാനിങ്ങോട് കൂടി എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് ചീറ്റ് ചെയ്യുക അങ്ങനത്തെ ഒരു രീതിയല്ല. പക്ഷെ ഇവരുടെ കാര്യം നേടാനായിട്ട് അവർ എന്തും ചെയ്യും. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇവരുടെ ഒരു ബാഡ് ആയിട്ടുള്ള ക്വാളിറ്റി തന്നെയാണ്. അപ്പൊ അത് പക്ഷെ ഇവർ മാറ്റാനായിട്ട് ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു സിറ്റുവേഷൻ അവർ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു കറേജ് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന സമയമാണ്, ഒരു വളർച്ച. അല്ലെങ്കിൽ ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് എല്ലാ രീതിക്കും നിങ്ങളുടെ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവണം. ഈ ബന്ധം പൂർണ്ണമായും നശിച്ചു പോകരുത്. എല്ലാ രീതിക്കും ആ ഒരു വളർച്ച നേടി വീണ്ടും ഇതിനെ മുന്നോട്ടേക്ക് തന്നെ കൊണ്ടുപോവുക. അതിന് വേണ്ടിയിട്ട് ഇവർ എന്തൊക്കെ കാര്യങ്ങളാണോ ഇവരുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്തേണ്ടത് അതെല്ലാം ചേഞ്ച് വരുത്താനും ലെറ്റ് ഇൻ ഗോ ആണ് വന്നിരിക്കുന്നത്. വിട്ടുകളയേണ്ട സാഹചര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായും വിട്ടുകളയാനും താൻ തയ്യാറാണ്. പക്ഷേ അത് എന്തൊക്കെയാണെന്നുള്ള ക്ലാരിറ്റി ഇവർക്കില്ല. കാരണം മൈൻഡ് കംപ്ലീറ്റ്ലി ഡൗൺ സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ വന്ന് ഒരുതരം ഡിപ്രസ്ഡ് അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഗൈഡൻസ് ഇവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരോട് ഒരു സമയത്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അതൊന്നും ഇവർ ഗൗനിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ അവർ മനസ്സുകൊണ്ട് എല്ലാ രീതിക്കും അവരുടെ ഹൃദയം തുറന്നു നിൽക്കുന്ന സമയമാണ്. നിങ്ങൾ അവരോട് പറയുന്ന കാര്യങ്ങൾ അത് നല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ സ്വീകരിക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ തയ്യാറാണ്. കാരണം നിങ്ങൾക്കിടയിലുള്ള ആ ഒരു മറ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് അത് പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് വരണം. ഇതിലൊരു സക്സസ് വേണം. ഇത് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു ജേണിയാണ്, പൂർണ്ണമായിട്ടും നിന്ന് പോകേണ്ട ഒരു അവസ്ഥയല്ല. ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനെതിരെ ഇവർ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇവർക്ക് ഒട്ടും ഓക്കെ അല്ലാത്ത നിൽക്കുന്ന സമയമാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരണം. ഈ ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിൽ നിന്ന് ഇപ്പൊ ആരും ഹെൽപ്പ് ഇല്ല. അപ്പൊ നിങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആദ്യം പുറത്തു വരണമല്ലോ. അതുകൊണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ആരും കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് അവർ ആകപ്പാടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി ആണ്. എന്ന് വെച്ചാൽ നിങ്ങളെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ഇമാജിൻ ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ എനർജീനെ അവർ ഇൻക്രീസ് ചെയ്യാണ്. ഒരു ഹോപ്പ് അവരുടെ ഉള്ളിലേക്ക് തന്നെ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയത്ത് അവരുടെ എനർജി പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ, അവർക്ക് ഇതിനകത്തേക്ക് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഹോപ്പ് വേണം. ആ ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ സിറ്റുവേഷനെതിരെ അവർ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഒരു ഡിവോഴ്സ് സ്റ്റേജോ ഇല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനോ, അതായത് ഒന്നിച്ചു പോകാനായിട്ടുള്ള പ്രശ്നങ്ങൾ ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുന്ന സമയമായിരിക്കും ചിലവരുടെ കേസിൽ. ഇവരായിട്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഈ രീതിയിലേക്ക് ആക്കിയിരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇവരുടെ മനസ്സിൽ ഒരു ചേഞ്ചസ് ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ അവർ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്ന സമയമാണ്. പാർട്ടിസിപ്പേഷൻ, അതുപോലെ കംപ്ലീഷൻ, കറേജ് എല്ലാം അവരായിട്ട് തന്നെ ചിന്തിക്കുകയാണ്. ആരും ഇവർക്ക് പറഞ്ഞു കൊടുക്കാനില്ല. ഇവരിപ്പോ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടെങ്കിലും അവരെയെല്ലാം ഇവരായിട്ട് തന്നെ മാറ്റിക്കളയാണ്. അല്ലെങ്കിൽ ഇവരുടെ പെരുമാറ്റം കൊണ്ട് ഇവരിൽ നിന്ന് എല്ലാവരും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെയാണ് ഇവരുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ഓർമ്മകൾ വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ ഇവരുടെ ആ ഒരു കാര്യങ്ങളെല്ലാം, എല്ലാ ഇമോഷൻസും ഉൾക്കൊണ്ട് ഇവരുടെ കൂടെ നിന്ന വ്യക്തികളായിരിക്കും.
ഇനിയും ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറെടുത്ത് നിന്ന വ്യക്തികളായിരിക്കും. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ ആയിരിക്കാം ഇവര് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്. എന്നാൽ ഇപ്പോ അവരുടെ ചുറ്റിനും നിൽക്കുന്ന വ്യക്തികളിൽ നിന്ന് അവര് തന്നെ നേരിട്ടും നേരിടാതെയും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് ഇവരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർ പറയുന്നതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാണ്. നമ്മളോട് ഓൾറെഡി പറഞ്ഞു എക്സ്പീരിയൻസിങ്. അപ്പൊ അവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ഒരു സമയത്താണ് അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നത് നിങ്ങൾ എന്തായിരുന്നു അവരുടെ ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ആ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അവരുടെ മനസ്സിനെ അല്ലെങ്കിൽ അവരുടെ എനർജീനെ അവർ ഹീൽ ചെയ്യുന്നത്. ആത്മാർത്ഥമായ ഒരു പ്രണയം അത് ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട്. ആ ഒരു പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് എനർജി മനസ്സിലുള്ള ഒരു ഹൃദയത്തിലുള്ള സ്നേഹത്തെ എല്ലാ രീതിക്കും നിങ്ങൾക്ക് നൽകുമ്പോൾ തിരിച്ച് അവർ അതേ രീതിയിൽ തന്നെ നിങ്ങളിൽ നിന്ന് ആ ഒരു പഴയ സമയത്ത് നിങ്ങൾ എന്താണോ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന സ്നേഹം അതുപോലെ തന്നെ തിരിച്ച് അവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സമയമാണ്. ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിശ്വാസം അവരിങ്ങനെ ഉടലെടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് അവരുടെ എനർജിയിൽ ചേഞ്ചസ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരടി കിട്ടിയിട്ടൊന്നും പഠിക്കാത്ത വ്യക്തികളാണ്. പക്ഷെ നിരന്തരമായിട്ട് കുറെ അടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സ്വന്തം ഹൃദയത്തിലേക്ക് തന്നെ നോക്കി തിരിച്ചറിയുന്ന ഒരു അവസ്ഥ. അതുപോലെ പല കാര്യങ്ങളും കൺമുന്നിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്വന്തം കണ്ണിൽ തന്നെ അവർ കാണുവാണ് താൻ എന്തായിരുന്നു എന്നുള്ളത്. അത് ചിലപ്പോൾ ഇവരുടെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ പോലും ഒരു പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ വന്ന സമയത്ത് അവരും ചിലപ്പോൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇവരുടെ ഈ ഒരു കാര്യം കൊണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. ആദ്യ സമയത്തൊന്നും ആരും പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനത്തെ തിരിച്ചറിവുകൾ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് തന്നെയാണ് കോംപ്രമൈസ് നടത്തിയിട്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ബിഗിനിങ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ ഒരു എക്സ്പെക്ടേഷനിൽ നമുക്ക് വീണ്ടും പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. കാരണം ആരും കൂടെ ഇല്ല, അല്ലെങ്കിൽ ആഗ്രഹിച്ച രീതിയിലുള്ള കെയറിങ്ങോ സപ്പോർട്ടോ ഒന്നും ലഭിക്കുന്നില്ല. ഒരുപാട് വേദനിക്കുന്നുണ്ട്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ എനർജിയിൽ ഇവര് ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ളവരോ ഏജ്ഡ് ആയിട്ടുള്ളവരോ ഒക്കെ ആണെങ്കിൽ പോലും ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സോടുകൂടിയുള്ള ചിന്തകളിലേക്ക് മാറിയിരിക്കുകയാണ്. ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുക, കരയുക, ചിലപ്പോൾ ആരെയും കാണിക്കുന്നുണ്ടാവില്ല. മറ്റൊരു മുഖം അണിഞ്ഞാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ already പറഞ്ഞു. ആരെയും കാണിക്കുന്നില്ല. അത് അവരുടെ ഈഗോയുടെ ഭാഗമാണ്. പക്ഷെ ഭയങ്കര തീർത്തും ഒരു ഡൗൺ സ്റ്റേജ് ആണ്. നിങ്ങൾ അവരുടെ കൂടെ ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് ഏത് രീതിയിൽ വേണമെന്നുള്ള ഒരു കൺഫ്യൂഷനും ഉണ്ട്. ഒരുപാട് നൂലാമാലകൾ ചുറ്റിപ്പണഞ്ഞു കിടക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത്. എങ്കിലും ആത്മാർത്ഥമായിട്ട് തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങൾ എല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിയിരുന്നെങ്കിൽ, നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു വളർച്ച നേടാൻ സാധിച്ചിരുന്നെങ്കിൽ, എല്ലാ രീതിക്കും ഇവരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ അവർ ചെയ്യാതിരുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യാൻ താൻ തയ്യാറാണ്. വീണ്ടും ആ ഒരു ഹാപ്പിനെസ് നിലനിർത്താനായിട്ട് താൻ തയ്യാറാണ് എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഇവിടെ ചെയ്യുന്നുണ്ട്. ഒരു ഫിയർ ഉണ്ടാവുന്നുണ്ട്, ആങ്സൈറ്റി ഉണ്ടാവുന്നുണ്ട്, ഭയങ്കരമായ ഒരു ഡൗൺ സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. പലപ്പോഴും അവരുടെ ഹോപ്പ് നഷ്ടപ്പെട്ടും പോകുന്നുണ്ട്. ആ ഒരു ഹോപ്പ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ അവർ ഇമാജിൻ ചെയ്യുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ പറയാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇവരുടെ ഓർമ്മകൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നതാണ്, അല്ലെങ്കിൽ അവർ നിങ്ങളെ അത്രത്തോളം ഓർക്കുന്നുണ്ട്. ഇവരൊരു ട്രോമ പീരീഡിലൂടെയാണ് ഇപ്പൊ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ആരോടെങ്കിലും എക്സ്പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ പൂർണ്ണമായും കരഞ്ഞു തീർക്കണം. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഇവർ തയ്യാറുമല്ല, ഇവരുടെ കൂടെ ആരുമില്ല. ഇവരായിട്ട് തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും. അതോടൊപ്പം തന്നെ ഇവർ ഐസൊലേഷൻ അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഇവർ ഫ്രീസ് ആണ്, കരയാനും അവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് 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 അതാണ് ആ ഒരു സെപ്പറേഷൻ അവിടെ വന്നിരിക്കുന്നത്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് ഏത് നേരവും പൊട്ടിത്തെറിക്കും എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ മെയിൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അവരെന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും അവരുടെ ഒരു ഇമാജിനേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇത് ശരിയാകുമായിരിക്കാം,
ഇവർക്ക് ഇവരുടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വരാൻ പറ്റിയിരുന്നെങ്കിൽ ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യാൻ തയ്യാറാണ്. എന്തായാലും മനസ്സുകൊണ്ട് ആ ഒരു തയ്യാറെടുപ്പുകൾ ഇവരിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ആ ഒരു സിറ്റുവേഷനെ അവർ ഫൈറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. ലെറ്റ് ഗോ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ പൂർണ്ണമായി ലെറ്റ് ഗോ ചെയ്യുക. ആ ഒരു മെന്റാലിറ്റിയിൽ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുമ്പോഴും കിട്ടുന്നത്. അതുപോലെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്താണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത് നോക്കുമ്പോഴൊക്കെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് ഒക്കെ ഈ ഒരു രീതിയിലാണ്. ബന്ധത്തിന്റെ നിലനിൽപ്പ് തന്നെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്ക് കാണിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവരുടെ എക്സ്പെക്ടേഷനിൽ മറ്റൊരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്ന് ഇവരിലേക്ക് കണക്ട് ചെയ്തിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് ഈ ഒരു എനർജിയിൽ. അപ്പൊ ഇവര് ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ഒന്നും ചെയ്യാതിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഈ ബ്ലോക്ക് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ തന്നെ ചിലപ്പോൾ അവർ ആ ഒരു ബ്ലോക്ക് ഒക്കെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഇവരുടെ പുറകെ നടന്നിട്ട് ഇപ്പൊ നിങ്ങൾ മാറിപ്പോയി നിൽക്കുന്നതായിരിക്കാം. പക്ഷെ ഇവര് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഒന്ന് ഇവരിലേക്ക് വന്നിരുന്നെങ്കിൽ, ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇവർക്ക് കിട്ടി കഴിഞ്ഞാൽ ഇവർ ഗോൾ അടിക്കും എന്നുള്ള രീതി. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഒരു കണക്ഷൻ അങ്ങോട്ടേക്ക് നിങ്ങളായിട്ടൊന്ന് ചെന്നിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചിലവരെ സംബന്ധിച്ചിടത്തോളം അവരായിട്ട് തന്നെ വരാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. സത്യാവസ്ഥകൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവസ്ഥയായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് സത്യങ്ങൾ തിരിച്ചറിയുന്നു, വിശ്വാസം വന്നിരിക്കുന്നു, സ്പിരിച്വൽ കണക്ഷനിലേക്ക് വന്നിരിക്കുന്നു. തിരിച്ചറിവുകൾ എല്ലാം കൂടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആകെപ്പാടെ ഭയങ്കരമായിട്ടൊരു കൺഫ്യൂഷൻ അവസ്ഥ, കുറ്റബോധമാണോ, ഓവർ തിങ്കിങ് ആണോ, ഡിപ്രസ്ഡ് സ്റ്റേജ് ആണോ, ഒന്നും അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഒരു കാര്യമാണ് അവർക്ക് അറിയാവുന്ന ഒരു കാര്യം, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു കോംപ്രമൈസ് നടത്തണമെന്നും അതിലൂടെ വീണ്ടും ഇതിനകത്തൊരു കംപ്ലീഷൻ വേണം. ആ ഒരു പാർട്ടിസിപ്പേഷൻ നടത്തി ഇതിന്റെ ഒരു കറേജ്, ഇതിന്റെ ഒരു വളർച്ച നേടണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ തന്നെ ഒരു ഗൈഡൻസ്, അതാണ് അവരിപ്പോൾ മെയിൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത്രത്തോളം അവർ നിങ്ങളെ ആഗ്രഹിക്കുന്ന സമയമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ എനർജി ഒക്കെ ഈ രീതിക്കാണോ എന്നുള്ളതും ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു എനർജീനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഒരു മിറാക്കിൾ പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ, ഈ ഒരു കംപ്ലീറ്റ്ലി തകർന്നു പോയി നിൽക്കുന്ന ഒക്കെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ചില മിറാക്കിൾസ് റിലേഷൻഷിപ്പിൽ നടക്കാനുള്ള സാധ്യതകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ വ്യക്തിയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ടും ഒക്കെ എത്രത്തോളം ക്ലൂസ് കണക്റ്റഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഇടുക്കി എന്നൊരു ജില്ല, പി എന്നൊരു ലെറ്റർ, ഡി വന്നിട്ടുണ്ട്. മലപ്പുറം, എ എന്നൊരു ലെറ്റർ, എം എന്നൊരു ലെറ്റർ, മാർച്ച് മന്ത്, അത്തം എന്നൊരു സ്റ്റാർ, എൻ എന്നൊരു ലെറ്റർ, 7 എന്നൊരു നമ്പർ, മകയിരം, ഓഗസ്റ്റ് മന്ത്, 32, ഏരീസ്, ഔട്ട്സൈഡ് കേരള വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം. എം എന്നൊരു ലെറ്റർ വീണ്ടും വന്നിട്ടുണ്ട്. 44, എറണാകുളം ജില്ല, 38, സെപ്റ്റംബർ എന്നൊരു മന്ത്, വി എന്നൊരു ലെറ്റർ, 22, 35, 30, മെയ് എന്നൊരു മന്ത്, ജൂലൈ, കൊല്ലം ജില്ല, കാസർഗോഡ്, ഒ എന്നൊരു ലെറ്റർ, ഭരണി എന്നൊരു സ്റ്റാർ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, നിങ്ങളുടെ പേഴ്സണൽ എനർജി, അതുപോലെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാം നിങ്ങൾ വെച്ച് കണക്ട് ചെയ്ത് നോക്കണം. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ബോണ്ടിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും യൂണിവേഴ്സിനോട് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.